ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിഷൻ സിംഗിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. തോബ തേഗ് സിംഗ് എന്ന വിളിപ്പേരുള്ള ബിഷൻ സിംഗിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഫോർ ദ ലാസ്റ്റ് 15 years അല്ലേ, ഹി ഹാഡ് ഇൻ ഗോൺ ഫോർ സ്ലീപ്പ്. ഈവൻ അയാൾ കിടക്ക പോലും ചെയ്തിട്ടില്ല, അത്രയും കാലം നിൽക്കുകയായിരുന്നു. കാണുന്ന ആളുകളോടൊക്കെ തോബ തേഗ് സിംഗ് എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇയാളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ചില സമയങ്ങളിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് ഇയാൾക്ക് വിസിറ്റേഴ്സ് ഉണ്ടാവാറുണ്ട്. വിസിറ്റേഴ്സ് ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ട് വിസിറ്റേഴ്സ് വരും എന്നുള്ളൊരു തോന്നലാവുമ്പം തന്നെ ഇദ്ദേഹം കുളിച്ച് വൃത്തിയായി സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയായി ഇവർക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി ലെറ്റ്സ് കം ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ഹീ ഹാഡ് എ ഡോട്ടർ ഹൂ വാസ് ഗ്രോൺ അപ്പ് നൗ. ഓക്കെ, ഹീ ഹാഡ് എ ഡോട്ടർ. അവർക്കിപ്പോൾ നല്ല വളർന്ന് വലുതായ ഒരു പെൺകുട്ടിയുണ്ട്. As a child, she cried whenever she saw her father, and she continued to cry for him when she was a young woman. So she always cried when she saw her father when she was a child. Now she has become grown up, and she had stopped that crying when she was a young woman. ഓക്കെ, അപ്പോൾ ഇവർക്കൊരു മകളുണ്ട്. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇദ്ദേഹത്തെ കാണുന്ന സമയത്തൊക്കെ ഈ കുട്ടി കരയുമായിരുന്നു. ബട്ട് നൗ ഷി ഹാസ് നോ ക്രൈ ബിക്കോസ് ഷി ഹാസ് ബിക്കം എ ഗ്രോൺ അപ്പ് ഗേൾ ഓർ എ വുമൺ അല്ലേ. ഒരു ചെറിയ പെൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ പെണ്ണായിട്ട് വളർന്നത് കൊണ്ട് അതിന് ശേഷം പിന്നീട് കരഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു പെണ്ണാകുന്നത് വരെ ഇവൾ കരയുമായിരുന്നു ഈ കുട്ടി ഇയാളെ കാണുമ്പം അസൈലത്തിൽ വരുന്ന സമയത്ത്. അങ്ങനെ when the disturbances began, Bishan Singh started asking the people at the asylum where Toba Teg Singh was. Okay, when these partition or these disturbances transferring or the meeting on transferring or even partition, ഈ പ്രശ്നങ്ങൾ പാർട്ടീഷൻ, വിഭജനം, ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ, ഈ സാധനങ്ങളൊക്കെ വന്നപ്പോൾ ബിഷൻ സിംഗ് സ്റ്റാർട്ടഡ് ആസ്കിങ് ദ പീപ്പിൾ അറ്റ് ദ അസൈലം വേർ തോബ തേഗ് സിംഗ് വാസ്. ബിഷൻ സിംഗ് ഈ പറയുന്ന അസൈലത്തിലെ ആളുകളോടൊക്കെ ചോദിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ തോബ തേഗ് സിംഗ് ശരിക്കും എവിടെയാണ് വരിക, എവിടെയാണ് തോബ തേഗ് സിംഗ് എവിടെയാണ്? ബിക്കോസ് ഹീ നീഡഡ് ടു ഗോ ദിയർ ആസ് ഹീ ബിലോങ് ഫ്രം തോബ തേഗ് സിംഗ്. അദ്ദേഹം തോബ തേഗ് സിംഗിലുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങോട്ടാണ് പോവേണ്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പാർട്ടീഷൻ ഡിവിഷൻ വരുന്നു എന്ന് അറിയുമ്പം തന്നെ ഹി വാസ് ആസ്കിങ് പീപ്പിൾ വേർ വാസ് തോബ തേഗ് സിംഗ്, ഇത് എവിടെയെന്ന് ആളുകളോട് ചോദിക്കുമായിരുന്നു. And since he was unable to receive a satisfactory answer, his curiosity increased. അപ്പോൾ ആളുകളോട് ചോദിക്കുമ്പം പീപ്പിൾ ഹാഡ് നോ ഐഡിയ വേർ തോബ തേഗ് സിംഗ് വാസ്. ശരിക്കും ആളുകൾക്കും അറിയില്ല ഇത് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ആളുകളെ കയ്യിൽ നിന്നും ഹി ഡിഡൻ ഗെറ്റ് എനി സാറ്റിസ്ഫാക്ടറി ആൻസർ, ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള തൃപ്തികരമായ ഒരു ഉത്തരം കിട്ടാത്തപ്പം ഹിസ് ക്യൂരിയോസിറ്റി ഇൻക്രീസ്ഡ്. ഇയാളുടെ ഈ ക്യൂരിയോസിറ്റി വല്ലാണ്ട് കൂടാൻ തുടങ്ങി. ഭയങ്കര ക്യൂരിയസ് ആയി ഇയാൾ. കാരണം ആരോട് ചോദിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല, ഇയാൾക്കുള്ള ഒരു മറുപടി കിട്ടുന്നില്ല. ഇയാൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത് എവിടെയാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആൻസർ ഇയാളെ സംബന്ധിച്ച് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ കിട്ടാണ്ടായപ്പം ഇയാളുടെ ഉള്ളിൽ വല്ലാത്ത ക്യൂരിയോസിറ്റി ആയി. ശരിക്കും തോബ തേഗ് സിംഗ് എന്ന് പറയുന്ന സ്ഥലം ഇല്ലേ, ഇനി എന്താണ് ഏതാണെന്നൊക്കെ ഇയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ആൻഡ് ദെയർ വിസിറ്റ്സ് കണ്ടിന്യൂഡ്
And his visits had also stopped. The relatives who had visited Toba Taising, they had stopped their visits. അവർക്ക് വിസിറ്റ് ചെയ്യലൊക്കെ നിർത്തി. കാരണം പാർട്ടീഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലേ, നമ്മുടെ ഇന്ത്യ വിഭജനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ റിലേറ്റീവ്സിനെ കാണുന്നില്ല. അത്രയും കാലം വന്നിരുന്ന റിലേറ്റീവ്സിനെ പിന്നെ എവിടെയും കാണാണ്ടായി. സോ ഇങ്ങനെ ആയപ്പം ഇയാളുടെ ഉള്ളിൽ വീണ്ടും ഈ ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടാൻ തുടങ്ങി. He had been able to sense the impending visits of his relatives. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിനെ കുറിച്ച് പറയണ്ടായിരുന്നു. വരാനിരിക്കുന്ന റിലേറ്റീവ്സിനെ കുറിച്ച് അറിയാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഒരു ഉൾവിളി പോലെ ഒരു എന്താ പറയുക, ഒരു സെൻസ്. വരാൻ പോകുന്ന വിസിറ്റ്സിൻ്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അവരുടെ വിസിറ്റിനെ കുറിച്ചിട്ട് ഇയാൾക്ക് മുൻകൂട്ടി അറിയാൻ എന്താണെന്നറിയില്ല. വിസിറ്റേഴ്സ് വരാനാവുന്ന സമയമാകുമ്പോഴേക്കും ഇയാൾ കുളിച്ച് ഫ്രഷായി നിൽക്കുമായിരുന്നു എന്ന് മുമ്പ് അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേക ഒരു ഉൾവിളി ഇയാൾക്ക് ഉണ്ടായിരുന്നു. ബട്ട് നൗ ഇറ്റ് സീംഡ് ദ ലിറ്റിൽ വോയിസ് ഇൻ ഇറ്റ്സ് ഹാർട്ട് ദാറ്റ് ഹാഡ് ടോൾഡ് ഹിം they were coming was stilled. പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ശബ്ദം, വിസിറ്റേഴ്സ് വരുന്നുണ്ട്, റിലേറ്റീവ്സ് വരുന്നുണ്ട് എന്നുള്ള അയാളുടെ ഉൾവിളി ഇപ്പം നിന്നു. ഇപ്പം അങ്ങനെ ഒരു തോന്നലൊന്നും ഇയാൾക്കില്ല. ഹി ലോങ്ഡ് ഫോർ ഹിസ് വിസിറ്റേഴ്സ്, ഹി ലവ്ഡ് ഹിസ് വിസിറ്റേഴ്സ്. അയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വിസിറ്റേഴ്സ് വരുന്നത്. കാരണമുണ്ട്. ഹു ഹാഡ് ബീൻ സിമ്പത്തറ്റിക് ആൻഡ് ഹാഡ് ബ്രോട്ട് ഹിം ഗിഫ്റ്റ് ഓഫ് ഫ്രൂട്ട്സ്, സ്വീറ്റ്സ് ആൻഡ് ക്ലോത്തിങ്സ്. ദ വിസിറ്റേഴ്സ് ഹു ആർ കമ്മിങ് ടു സീ ദിസ് തോബ തേക്ക് സിംഗ് ഓർ ബിഷൻ സിംഗ്, they were sympathetic towards him and they brought gift of fruits, sweets and clothing. ഭയങ്കര സിമ്പതിയാണ് ഇയാളോട്, ബിഷൻ സിംഗിനോട്. ബിഷൻ സിംഗ് വരുന്ന സമയത്ത് ബിഷൻ സിംഗിനെ കാണാൻ വരുന്ന സമയത്ത് അവരോട് വല്ലാത്ത ഒരു സിമ്പതിയൊക്കെ തോന്നി. ഗിഫ്റ്റുകളൊക്കെ ആയിട്ടാണ് അസൈലത്തിലേക്ക് വരിക. ഗിഫ്റ്റിൽ ഫ്രൂട്ട്സ് ഉണ്ടാകും, അതുപോലെ സ്വീറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെ ദേ ഹാഡ് ക്ലോത്തിങ്, ന്യൂ ഡ്രസ് ഫോർ ഹിം, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഹി വാസ് കൺവിൻസ്ഡ് ദേ വുഡ് ബി ഏബിൾ ടു ടെൽ ഹിം if Toba Tek Singh was in Pakistan or in India. So he thought that his visitors can tell him that where Toba Tek Singh was, whether it is in India or Pakistan. അതായത് തോബ തേക്ക് സിംഗ് ഇവർ വരുന്ന സമയത്ത് ശരിക്കും ഇയാൾ ആശ്വസിച്ചിരുന്നു. കാരണം ഈ വരുന്ന റിലേറ്റീവ്സിന് ഒരു പക്ഷേ ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ തോബ തേക്ക് സിംഗ് എവിടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇയാളുള്ളത്. പക്ഷേങ്കിൽ അവരുടെ വരവൊക്കെ ഇപ്പം നിന്നിട്ടുണ്ട്, അവരിപ്പോൾ ആരും വരുന്നില്ല. അസൈലത്തിലെ ആളുകളോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് തോബ തേക്ക് സിംഗ്. ആ സമയത്ത് അവർക്കും അവരെ സംബന്ധിച്ചും തോബ തേക്ക് സിംഗ് എവിടെയാണ് പറയാൻ അവർക്കും അറിയുന്നില്ല. So this is a very helpless situation for Toba Tek Singh. റിലേറ്റീവ്സിനെ വെയിറ്റ് ചെയ്യുന്നു, ബട്ട് ദേ ആർ നോട്ട് കമ്മിങ്. ആൻഡ് അവിടെയുള്ള ആളോട് ചോദിക്കുന്നു, ബട്ട് ഹി ഡിഡ്ന്റ് ഗെറ്റ് എ പ്രോപ്പർ ആൻസർ. ഓക്കെ, his conviction stemming from his belief that his family came from തോബ തേക്ക് സിംഗ്. മാത്രമല്ല ഇയാൾക്ക് ശരിക്കും ഈ തോബ തേക്ക് സിംഗ് എവിടെയാണെന്ന് ഇവർക്ക് അറിയും എന്നുള്ള ആ ഒരു കൺവിക്ഷൻ, ആ ഒരു വിശ്വാസം, ഉറപ്പ് ശരിക്കും ഉള്ളത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാമിലി വരുന്നത് എന്തായാലും ഇയാളുടെ നാടായ തോബ തേക്ക് സിംഗ് എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അറിയാമല്ലോ എന്നുള്ള ചിന്തയിലാണ്. ഓക്കെ, കാരണം അവരവരുടെ നാട്ടിൽ നിന്ന് വരികയാണ്. നാട് എവിടെയാണ് എന്നാണ് അവരോട് ചോദിക്കുന്നത്. അതായത് തോബ തേക്ക് സിംഗ് എവിടെയാണ്. സ്വാഭാവികമാണ്, അവർക്ക് അറിയായിരിക്കും, പക്ഷെ അവരാരും വരുന്നില്ല. ദെൻ നമുക്കിനി രസകരമായൊരു എക്സ്പീരിയൻസ് നോക്കാം. ഇൻ ദ ലുനാറ്റിക് അസൈലം ദർ വാസ് എ മാൻ ഹു ബിലീവ്ഡ് ദാറ്റ് ഹീ വാസ് ഗോഡ്. സോ ദർ വാസ് എ മാൻ ഇൻ ദ ലുനാറ്റിക് അസൈലം. ഹീ കോൾഡ് ഹിംസെൽഫ് ആസ് ദ ഗോഡ്.
ഹേയ് ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന മറ്റൊരു വട്ടനുണ്ടായിരുന്നു ഈ അസൈലത്തിൽ. ബിഷൻ സിംഗ് ആസ്ക്ഡ് ഹിം അബൌട്ട് തോബ തേക് സിംഗ്. ഡെഫിനറ്റ്ലി ഹി വാസ് ദ ഗോഡ്. സോ ബിഷൻ സിംഗ് അപ്രോച്ച്ഡ് ഹിം ആൻഡ് ആസ്ക്ഡ് ഹിം where was തോബ തേക് സിംഗ്. ഹേയ് ഗോഡ്, വേർ ഈസ് മൈ തോബ തേക് സിംഗ്. ബിഷൻ സിംഗ് ആ ദൈവത്തോട് പോയി ചോദിച്ചു, അല്ല എവിടെയാണ് എൻ്റെ തോബ തേക് സിംഗ്. ദ മാൻ ലോഫ്റ്റ് റോഷസ്ലി. അയാൾ വളരെ ദേഷ്യത്തിൽ ഉറക്കെ ചിരിച്ചു. എന്നിട്ടോ, ഇറ്റ് ഈസ് നീദർ ഇൻ പാകിസ്ഥാൻ നോർ ഇൻ ഹിന്ദുസ്ഥാൻ ഹി സെറ്റ്. സോ ഹി ടോൾഡ് ഹിം ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഇൻ പാകിസ്ഥാൻ ആൻഡ് നോട്ട് ഇൻ ഹിന്ദുസ്ഥാൻ. അത് രണ്ടിടത്തും അല്ല എന്ന് പറഞ്ഞു. ഇന്ത്യയിലും അല്ല പാകിസ്ഥാനിലും അല്ല തോബ തേക് സിംഗ്. ആരാ പറഞ്ഞത്? ദൈവം പറയാണ്. ഈ സെഡ് ബിക്കോസ് ഐ ഹാവിൻ ഗിവൺ എനി ഓർഡേഴ്സ് യെറ്റ്. എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ ഇതുവരെ അത് എവിടെയാണ് വെക്കേണ്ടത് എന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഡർ ഇതുവരെ കൊടുത്തിട്ടില്ല. ദൈവമാണല്ലോ ലോകത്തിൻ്റെ കാര്യങ്ങൾ, ചലനങ്ങൾ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തോബ തേക് സിംഗ് എവിടെ കൊണ്ടുപോയി വെക്കണം, പാകിസ്ഥാനിൽ വെക്കണോ അതല്ല ഇന്ത്യയിലാണോ വെക്കേണ്ടത് എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് ഞാൻ എൻ്റെ പക്കൽ നിന്ന് കൊടുത്തയച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇയാൾ ഉറക്ക ദേഷ്യത്തിൽ ചിരിക്കുകയാണ്. ഓക്കെ, see the next page. Bishan Singh pleaded with this God. So he was pleading with the God to give the orders so that the question of Toba Teh Singh could be settled once and for all. അപ്പോൾ ഇയാൾ കെഞ്ചി ചോദിക്കാൻ ദൈവത്തിനോട്, ദൈവമേ പെട്ടെന്ന് നിങ്ങളൊന്ന് ഓർഡർ കൊടുക്കി, ഇത് എവിടെയാണ് എന്ന് ഫിക്സ് ചെയ്യ് പെട്ടെന്ന്. ഈ തോബ തേക് സിംഗ് എവിടെയാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒന്ന് പെട്ടെന്ന് സെറ്റിൽ ചെയ്ത് തരി. അത് ഒരിക്കൽ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും. അതുകൊണ്ട് പ്ലീസ്. ഹി വാസ് പ്ലീഡിങ് ടു ദ ഗോഡ്. ദൈവത്തോട് യാചിച്ചു. ദ മാൻ സെഡ്, അപ്പോൾ ദൈവം പറയാണ്, ദാറ്റ് ഹി വാസ് ടു ബിസി. സോ ദ ഗോഡ് സെഡ് ദാറ്റ് ഹി വാസ് ടു ബിസി. I'm sorry, I have no time, because that there were too many other orders to be taken care of. ഓൾറെഡി ഇതുപോലെ കുറേ ഓർഡറുകൾ ഇനിയും ചെയ്യാനുണ്ട്, പല ഓർഡറുകളും ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ സർക്കാർ ഓഫീസിലൊക്കെ ചെന്നാൽ പെൻഡിങ് ഫയൽസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഫയൽ നോക്കൂ എന്നൊക്കെ പറയുന്ന പോലെ ഓൾറെഡി ഹി ഹാഡ് സം പെൻഡിങ് ഓർഡേഴ്സ്. സോ ഹി ഹാഡ് ടു ഫിനിഷ് all that orders, then only he will go for this the Toba Teh Singh matter. ഇതാണ് ദൈവം പറഞ്ഞത്. ഞാൻ ആദ്യം ചെയ്യട്ടെ, എനിക്ക് ഓൾറെഡി ചെയ്യാനുള്ള ഓർഡറുകളൊക്കെ ചെയ്തു തീർക്കട്ടെ, എന്നിട്ട് ഞാൻ തോബ തേക് സിംഗിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുള്ളൂ. ഫൈനലി ബിഷൻ സിംഗ് ലോസ്റ്റ് ഹിസ് ടെമ്പർ. ഹി ലോസ്റ്റ് ഹിസ് കൺട്രോൾ. ഹി ഗോട്ട് ആംഗ്രി. ഭയങ്കര ദേഷ്യം വന്നു ഇയാൾക്ക്. ഒപ്പർ ദി ഗുർഗുർ ദി ബായ് ധാനിയ ദി മൂങ് ദി ധാ ദി ഓഫ് വഹേ ഗുരുജി ദ കൽസ ഓഫ് വഹേ ഗുരുജി ദ ഫാത്തേ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന സെയിം ഗിബ്ബറിഷ്, ആ ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള എന്തോ സെൻറ്റൻസ് അങ്ങനെ വിളിച്ചു പറഞ്ഞു. ദേഷ്യം തീർക്കാൻ വേണ്ടി കുറന്ന് പറഞ്ഞു പലതും വിളിച്ചു പറഞ്ഞു. He probably wanted to say that if the man had been a Sikh god instead of a Muslim god, he might have helped Bishan Singh. ഇയാൾ എന്താ പറഞ്ഞതെന്നറിയാമോ? ഹി പ്രോബബ്ലി വാണ്ടഡ് ടു സേ, ഇയാൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. എന്ത്? ഈ പറഞ്ഞതിലൂടെ ഇയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം, ഇഫ് ദ മാൻ ഹാഡ് ബീൻ എ സിഖ് ഗോഡ് ഇൻസ്റ്റെഡ് ഓഫ് എ മുസ്ലിം. So if the god is Sikh instead of Muslim, so he thought that the god is a Muslim god, and if that Muslim god is a Sikh god, he might have helped Bishan Singh. മിക്കവാറും ബിഷൻ സിംഗിനെ സഹായിച്ചിട്ടുണ്ടാകും. ഇത് മുസ്ലിം ഗോഡ് ആയതുകൊണ്ടാണ് എൻ്റെ കാര്യം പരിഗണിക്കാത്തത്. അതൊരു സിഖ് ഗോഡായിരുന്നെങ്കിൽ മൈ ഗോഡ്, he might have റിസോൾവ്ഡ് മൈ പ്രോബ്ലം. ഇയാൾ ഈ പറഞ്ഞതുകൊണ്ട് ഇതായിരിക്കും ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ റൈറ്റ് പറയാണ്. ദെൻ
A few days prior to the transfer, a few days before to the transfer, Bishan Singh was visited by an old Muslim friend. So, one of his old Muslim friends visited Bishan Singh a few days before this transfer. ട്രാൻസ്ഫറിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു മുസ്ലിം ഫ്രണ്ട് ബിഷൻ സിംഗിനെ വിസിറ്റ് ചെയ്തു. സീയിങ് ഹിം, ബിഷൻ സിംഗ് ടേൺ ടു ലീവ്. മുസ്ലിംസിനോട് എന്തോ വിരോധമുള്ള പോലെ ഇയാളെ കണ്ട ഉടൻ തന്നെ ഹി ടേൺ ടു ലീവ്, പോവാൻ വേണ്ടി ഇയാൾ തിരിഞ്ഞു ബിഷൻ സിംഗ്. ദ ഗാർഡ് റെസ്ട്രെയിൻഡ് ഹിം, ദ ഗാർഡ് സ്റ്റോപ്ഡ് ഹിം. ഡോണ്ട് ഗോ, പ്ലീസ് സ്റ്റോപ്പ് ഹിയർ. ഗാർഡ് നിർത്തിവെച്ചു, തടഞ്ഞു വെച്ചു ഇയാളെ. ഹി ഹാസ് കം ടു സീ യു, ദ ഗാർഡ് സെഡ്. ഗാർഡ് പറഞ്ഞത് ഇയാൾ എന്നെ കാണാൻ വന്നാണ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫസലുദ്ദീൻ. ഫസലുദ്ദീൻ എന്ന് പറയുന്ന നിൻ്റെ കൂട്ടുകാരനായി വന്നിരിക്കുന്നത്, കണ്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞു. ബിഷൻ സിംഗ് ഗ്ലാൻസ്ഡ് അറ്റ് ഹിസ് ഫ്രണ്ട് ബ്രീഫ്ലി. ഈ ഫ്രണ്ടിനെ ഒന്ന് നോക്കി ഇയാൾ ബ്രീഫായിട്ട്. Then he began his customary nonsense. Then he began muttering his customary nonsense. Then he began saying his habitual nonsense. പതിവായി പറയുന്ന ആ മണ്ടത്തരം വിളിച്ചു പറയാൻ തുടങ്ങി. Fasaldin came forward. So that time Fasaldin came forward and placed a hand on his shoulder. ഫസലുദ്ദീൻ എന്ത് ചെയ്തു? ഒന്ന് മുമ്പോട്ട് വന്നിട്ട് അയാൾ ഇവൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ കൈവച്ചു. എന്നിട്ട് ഫസലുദ്ദീൻ എന്തൊക്കെ പറയുന്നുണ്ട്. സി വാട്ട് ഈസ് ഇ സേയിങ്. ഐ വാണ്ടഡ് ടു കം ആൻഡ് സീ യു ഏർലിയർ. സോ ഐ വാസ് കമ്മിങ് ഹിയർ ബിഫോർ. മുമ്പേ ഞാൻ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാവ് ജസ്റ്റ് ബീൻ സോ ബിസി ബിക്കോസ് ഐ വാസ് ബിസി. ഐ കാൺ കം ഹിയർ സോ ഏർലിയർ. മുമ്പൊന്നും വരാൻ പറ്റിയില്ല. നേരത്തെ വരണം എന്ന് ആഗ്രഹിച്ചാൽ നേരത്തെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ബിക്കോസ് ഐ വാസ് സോ ബിസി. യുവർ ഫാമിലി ഹാസ് ലെഫ്റ്റ് ഫോർ ഹിന്ദുസ്ഥാൻ ആൻഡ് എവ്രി വൺ ഈസ് ഫൈൻ. സോ ദാറ്റ് മുസ്ലിം ഫ്രണ്ട് ഈസ് ലിവിങ് ഇൻ പാകിസ്ഥാൻ ആൻഡ് ദേ were neighbors. I mean Bishan Singh's family were in Pakistan and their neighbor was Fasaldin. ആൻഡ് അപ്പം ഇവർ പറയാണ് നിൻ്റെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ എൻ്റെ ഫാമിലിയൊക്കെ ഹിന്ദുസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് എവ്രി വൺ ഈസ് ഫൈൻ. ഐ ഹെൽപ്പ് ദം ഇൻ വാട്ട് എവർ വേ ഐ കുഡ്. ഞാൻ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. യുവർ ഡോട്ടർ റൂബ് കൗർ ഹി പോസ്റ്റ് ഇൻ എ മിഡ് സെൻറ്റൻസ്. അപ്പോൾ നിൻ്റെ മകൾ റൂബ് കൗർ ഉണ്ടല്ലോ, റൂബ് കൗർ എന്നും പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു. റൂബ് കൗർ, ബിഷൻ സിംഗ് ലുക്ക്ഡ് തോട്ട്ഫുൾ. അപ്പോൾ ഇയാൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നോക്കി. യെസ്, ഷീ ഈസ് ഫൈൻ ടു. അവളും സുഖമാണ്. ഫസലുദ്ദീൻ സെഡ് ഹോൾട്ടിംഗ്ലി. ഷീ ആൾസോ ലെഫ്റ്റ് വിത്ത് ദ അതേഴ്സ്. സോ അവളും ബാക്കിയുള്ള ആളുകളുടെ കൂടെ പോയിട്ടുണ്ട്. ബിഷൻ സിംഗ് റിമൈൻഡ് സൈലൻറ്റ്. അപ്പം ബിഷൻ സിംഗ് മിണ്ടാണ്ട് അടങ്ങ് നിന്നു. ഓക്കെ. ദേ റിക്വസ്റ്റഡ് മീ ടു ചെക്ക് ഓൺ യു എവ്രി വൺസ് ഇൻ എ വൈൽ, ഫസലുദ്ദീൻ കണ്ടിന്യൂഡ്. സോ ദേ ആസ്ക്ഡ് മീ ടു വിസിറ്റ് യു എവ്രി വൺസ് ഇൻ എ വൈൽ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നിന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ റിലേറ്റീവ്സ് എന്നോട് അറിയിച്ചിട്ടുണ്ട്. നൗ ഐ ഹിയർ യു ആർ ബീയിങ് ടേക്കൺ ടു ഹിന്ദുസ്ഥാൻ. നിന്നെ ഇപ്പോൾ ഹിന്ദുസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്ന വിവരം ഞാൻ അറിഞ്ഞു. ഗിവ് മൈ റിഗാർഡ്സ് ടു ബായ് ബൽബീർ സിംഗ് ആൻഡ് ബായ് വാദാ സിംഗ്. എൻ്റെ ബായ് വാദാ സിംഗിനോടും ബൽബീർ സിംഗിനോടൊക്കെ എൻ്റെ അന്വേഷണം അറിയിക്കണം. ആൻഡ് സിസ്റ്റർ അമ്രീത് കൗർ. ഓക്കെ, അമ്രീത് കൗറിനോടും എൻ്റെ അന്വേഷണം അറിയിക്കണം. ടെൽ ബായ് ബൽബീർ ഐ ആം ഓൾ റൈറ്റ്. സോ ഐ എം ഫൈൻ. You just tell them I am fine. One of the 2 cows he left behind has calved and had 2 calves. So you just told them that one of the 2 cows he left behind has given birth to 2 calves.
2 പശുക്കൾ, അതായത് നിൻ്റെ വീട്ടുകാർ ഇവിടെ ഇട്ടിട്ട് പോയിരുന്ന, ഇവിടെ ഏൽപ്പിച്ച് പോയിരുന്ന 2 പശുക്കളിൽ ഒരു പശു പ്രസവിച്ചിട്ടുണ്ട്, 2 മക്കളുണ്ടായിട്ടുണ്ടെന്ന് അറിയിക്കണം. One died 6 days after the death. ഒന്ന് പ്രസവ ശേഷം 6 ദിവസങ്ങൾക്ക് ശേഷം ചത്തുപോയി. And if there is anything more I can do, tell them I am ready anytime. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം, ഞാൻ ഏത് സമയത്തും ചെയ്യാൻ റെഡിയാണ് എന്നൊക്കെ അവരോട് പറയണം. ആൻഡ് ഹിയർ ഐ ബ്രോട്ട് യു സം സ്വീറ്റ്സ്. ഓക്കെ, ഐ ഹാവ് സം സ്വീറ്റ്സ് ഫോർ യു. കുറച്ച് സ്വീറ്റ്സ് ഞാൻ കൊടുത്തിട്ട് എനിക്ക് വേണ്ടിയിട്ട്. ടേക്കിംഗ് ദ സ്വീറ്റ്സ് ഓഫ് ബാഗ്സ് ഫ്രം ഹിം, ബിഷൻ സിംഗ് ഹാൻഡഡ് ഇറ്റ് ടു ദ ഗാർഡ് ഹു വാസ് സ്റ്റാൻഡിങ് നിയർ ബൈ. അപ്പോൾ ആ സ്വീറ്റ്സ് വാങ്ങിയിട്ട് ഹി ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ദ ഗാർഡിന് കൊടുത്തു. വേർ ഈസ് തോബ തേക് സിംഗ്? ദെൻ ഹി ദെൻ ആസ്ക്ഡ് ഫസലുദ്ദീൻ. അപ്പോൾ ഫസലുദ്ദീനോട് ചോദിച്ചു, അല്ല, എവിടെയാണ് ഈ തോബ തേക് സിംഗ്? എവിടെയാണ്? വേർ ഈസ് തോബ തേക് സിംഗ്? ഫസലുദ്ദീൻ റിപ്പീറ്റഡ് ഇൻ അമേസ്മെൻറ്റ്. ഫസലുദ്ദീൻ ഭയങ്കര അത്ഭുതം. അല്ല, ശരിക്കും അപ്പോൾ ഈ തോബ തേക് സിംഗ് എവിടെയാണ്? ആഡിങ് വേർ ഇറ്റ് വാസ് ബിഫോർ. ഫസലുദ്ദീൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുക, അല്ല ശരിക്കും തോബ തേക് സിംഗ് എവിടെയാണ്? മുമ്പ് എവിടെയായിരുന്നു തോബ തേക് സിംഗ് ഉണ്ടായിരുന്നത്? ഇസ് ഇറ്റ് ഇൻ പാകിസ്ഥാൻ ഓർ ഹിന്ദുസ്ഥാൻ? ബിഷൻ സിംഗ് ആസ്റ്റ്. ബിഷൻ സിംഗ് ചോദിച്ചു, അല്ല അത് പാകിസ്ഥാനാണോ ഇന്ത്യയാണ്? എവിടെയായി തോബ തേക് സിംഗ് ശരിക്കുള്ളത്? ഇൻ ഹിന്ദുസ്ഥാൻ? വെൽ നോ ഇൻ പാകിസ്ഥാൻ ഐ തിങ്ക്. ഫസലുദ്ദീൻ ബിക്കെയിം ഫ്ലസ്റ്റേർഡ്. ഫസലുദ്ദീൻ ആദ്യം പറഞ്ഞു ഹിന്ദിയിലാണെന്ന് പറഞ്ഞു, പിന്നെ അല്ലല്ല പാകിസ്ഥാനിലാണെന്ന് പറഞ്ഞു. ഇയാളാകെ ഫ്ലസ്റ്റേർഡായി പോയി, സ്തംഭിച്ചു പോയി. ഇതെവിടെ പറയേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തോബ തേക് സിംഗ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടോ? ചോദിക്കുന്ന ആളുകൾക്കൊന്നും ഇത് അറിയില്ല. തോബ തേക് സിംഗ് എവിടെയാണ്? തോബ തേക് സിംഗ് എവിടെ? ബിഷൻ സിംഗ് വാസ് മട്ടറിൻ അഗൈൻ, ഒപ്പർദി, ഗുർഗുർദി, അനക്സ്തി, ബായ്ദാൻ ദി, മൂങ് ദി, ദാൽ ദി ഓഫ് പാകിസ്ഥാൻ ആൻഡ് ഹിന്ദുസ്ഥാൻ ഓഫ് ദി ദുർ ഫിതൈ മൂ. ആൻഡ് വിത്ത് ദാറ്റ് ഹി വാക്ക്ഡ് അവേ. ഇതും പറഞ്ഞുകൊണ്ട് ഇയാൾ പോയി അവിടുന്ന്, ബിഷൻ സിംഗ്. ആൻഡ് ഓൾ പ്രിപ്പറേഷൻസ് ഫോർ ദ ട്രാൻസ്ഫർ ഹാഡ് ബീൻ കംപ്ലീറ്റഡ്. അങ്ങനെ ട്രാൻസ്ഫറിന് ആവശ്യമായ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞു. ലിറ്റ്സ് ഓഫ് പേഷ്യൻസ് ഹാഡ് ബീൻ എക്സ്ചേഞ്ച്ഡ്. ഈ കൈമാറ്റം ചെയ്യേണ്ട പേഷ്യൻസിൻ്റെ ലിസ്റ്റുകളൊക്കെ പരസ്പരം 2 രാജ്യങ്ങൾക്കിടയിലും കൈമാറ്റം ചെയ്യപ്പെട്ടു. അവർ പരസ്പരം ലിസ്റ്റ് കൈമാറി. ആൻഡ് ദ ഡേ ഓഫ് ദ ട്രാൻസ്ഫർ ഹാഡ് ബീൻ സെറ്റ്. സോ ദേ ഹാഡ് ഫിക്സ്ഡ് ദ ഡേ ഫോർ ദ ട്രാൻസ്ഫർ. എന്നാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന ദിവസവും സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, സോ അങ്ങനെ ഈ പറയുന്ന ഇന്ത്യയിലേക്ക് പോകേണ്ട ഹിന്ദുക്കളും സിഖുകാരുമായ എല്ലാ ആളുകളെയും ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. പാകിസ്ഥാൻ അസൈലത്തിൽ നിന്നും, ലാഹോർ അസൈലത്തിൽ നിന്നും they were transferred into Indian asylum and the date was fixed. ഒക്കെ തീരുമാനിച്ചു. On an extremely cold day, lorries filled with Hindu and Sikh lunatics left the asylum in Lahore, accompanied by the police and some higher officials. So they were taken into the border and they were accompanied by high officials in Pakistan. So an extremely cold day, നല്ല തണുപ്പുള്ളൊരു ദിവസം. ലോറീസ് ഫിൽഡ് വിത്ത് ഹിന്ദു ആൻഡ് സിഖ് ലുനാറ്റിക്സ്. ഹിന്ദുക്കളെയും അതുപോലെ ഹിന്ദുക്കളും സിഖുകാരുമായ ഭ്രാന്തന്മാരെ നിറച്ചുകൊണ്ടുള്ള ലോറി ലെഫ്റ്റ് ദ അസൈലം വിട്ടുപോയി ഇൻ ലാഹോറിലെ. അക്കമ്പനീഡ്, they were escorted by police and some higher officials. At Wagah, the superintendents from both sides met. So Wagah was the border, അല്ലേ? പഞ്ചാബിലെ ബോർഡറാണ് വാഗ ബോർഡർ. അങ്ങനെ വാഗ ബോർഡറിൽ ഈ പറയുന്ന 2 രാജ്യങ്ങളുടെയും സൂപ്പറിൻറ്റൻഡൻസ്, ഹൈ ഒഫീഷ്യൽസ്, പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, ദേ മെറ്റ്, അവർ പരസ്പരം കണ്ടുമുട്ടി. ആഫ്റ്റർ ദ ഇനീഷ്യൽ ഫോർമാലിറ്റീസ് വെർ ഔട്ട് ഓഫ് ദ വേ, the actual transfer began, continuing all night.
ഇവരുടെ പ്രാരംഭ ഫോർമാലിറ്റികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ശരിക്കുള്ള ട്രാൻസ്ഫർ നടക്കുക. അത് രാത്രി വരെ ചിലപ്പം, അല്ലെങ്കിൽ രാത്രിയിലുടനീളം നീണ്ടുപോകുന്ന ഒരു ട്രാൻസ്ഫർ ആയിരിക്കും. സോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവരൊക്കെ ലോറിയിൽ കയറ്റി വാഗാ ബോർഡറിൽ കൊണ്ടുപോയി അവിടുന്ന് ഇനി ഇന്ത്യയിലേക്ക് കടത്തി വിടാനുള്ള ശ്രമത്തിലാണ്. So I'm just stopping here. Thank you.